നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് എബ്രായ ലേഖനത്തിൽ നിന്നാണ് നിങ്ങളോട് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു വചനം തന്നിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഹീബ്രു ചാപ്റ്റർ 7:25 വായിച്ചു കേൾക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. യേശുക്രിസ്തു ആരാണെന്ന് എബ്രായ ലേഖന കർത്താവ് വെളിപ്പെടുത്തുന്നൊരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായ ദൈവമാണ്. സ്തോത്രം. ഈ എബ്രായ ലേഖനം നമ്മൾ ഈ 7-ാം അധ്യായം പഠിക്കുമ്പോൾ യേശുക്രിസ്തു മഹാപുരോഹിതനെന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് 7-ാം അധ്യായം. മുകളിൽ യേശുക്രിസ്തുവിൻ്റെ പല യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പല അപരനാമങ്ങൾ, പല പേരുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 7-ാം അധ്യായം തുടങ്ങുമ്പം ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായി മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന മൽക്കീസദേക്ക് എന്ന് കാണിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുക. സ്തോത്രം. നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് സ്തോത്രം. ഈ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. 1 മുതൽ ഒന്നുകൂടെ വായിക്കാം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അബ്രഹാം സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. അടുത്ത കേട്ടോ. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് 4-ാമത്തെ വാക്യം ഇവനെത്ര മഹാനെന്ന് നോക്ക്. നമ്മുടെ യേശു ക്രിസ്തു എത്ര മഹാനെന്ന് നോക്ക്. ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ട് സ്തോത്രം. ഞാൻ അതിനകത്ത് 25-ാമത്തെ വാക്യത്തിലേക്ക് വരാനാ ഉള്ള ശ്രമമാണ് നടത്തുന്നത്. സ്തോത്രം. ഇവിടുത്തെ എല്ലാ മഹാപുരോഹിതന്മാരും മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ ഈ മഹാപുരോഹിതന് മരണം ഇല്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ 24-ാമത്തെ വാക്യം ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്താണ്? മാറാത്ത പൗരോഹിത്യമാണ്. സ്തോത്രം. 26-ാമത്തെ വാക്യം ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി. ആരാ ഇത്രയൊരു മഹാപുരോഹിതൻ? യേശു ക്രിസ്തു അല്ലാതെ ഒരു മഹാപുരോഹിതൻ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ് നമ്മൾ അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് ധ്യാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. നിങ്ങൾക്കറിയാമോ, മനുഷ്യന് ഏറ്റവും വലിയ തടസ്സം കാറ് വാങ്ങിക്കാനും വീട് വെക്കാനും ഒന്നുമല്ല, ദൈവത്തോടടുക്കാനാണ്. സ്തോത്രം. ഈ ദൈവത്തോടടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജന്മം മുഴുവൻ ദൈവത്തോടടുത്താലും പിന്നെ നമുക്ക് അടുക്കാനുണ്ട്. അതാണ് ദൈവത്തോടടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. ഒരു 10 വർഷം മുമ്പ് ദൈവത്തെ കണ്ടൊരു മനുഷ്യനോട് ചോദിര്, നീ ദൈവത്തെ കണ്ടിട്ട് ദൈവത്തോട് എന്തുമാത്രം അടുത്തു? പാവം പറയും, 10 വർഷം മുമ്പ് കണ്ടതിനേക്കാൾ ഇപ്പം ഞാൻ അടുത്തിട്ടുണ്ട്. അടുത്ത 10 വർഷങ്ങൾ കഴിയുമ്പോൾ അവനോട് ചോദിക്കാൻ പറയും, അയ്യോ കഴിഞ്ഞ 10 വർഷത്തിൽ അധികം ഞാൻ അടുത്തിട്ടുണ്ട്. നീ മരിക്കുന്നിടം വരെ ദൈവത്തോടെ അടുപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഈ നിങ്ങൾക്കറിയാമോ, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ധാരാളം പൈശാചികത്വങ്ങളുണ്ട്. സ്തോത്രം.
മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. ഒന്നുകിൽ അവനെ ദൈവത്തോട് അടുപ്പിക്കത്തില്ല, അടുത്താൽ അവനെ വലിച്ചുകൊണ്ട് പോക്കളി, പിടിച്ച കാട്ടിൽ തിരിച്ചു കൊണ്ട് കെട്ടാൻ. എന്നാൽ ഞാൻ ഇന്നൊരു ദൂത് പറയാം, സ്തോത്രം, അടുക്കാൻ തടസ്സം നിൽക്കുന്നതെല്ലാം ഇന്ന് മാറണം. നിന്റെ വീട് പ്രാർത്ഥനാ ഭവനമായി മാറണം. ഈ ചിലരെ സംബന്ധിച്ച് അടുത്താൽ അകന്ന ചിലപ്പോൾ 3 മാസം ഭയങ്കരമായിട്ട് അങ്ങ് അടുക്കും. അവരുടെ കുഴപ്പമല്ല, അടുക്കാൻ സമ്മതിക്കില്ല. ഈ 6000 ഭൂതം ബാധിച്ചവൻ്റെ അടുക്കലോട്ട് യേശു അടുക്കാൻ ചെല്ലുന്നതിന് മുമ്പ് നദിയിൽ തൊട്ട് ആ ഭൂതത്തിൻ്റെ വ്യാപാരം വെളിപ്പെട്ടു. എടാ, യേശുവിൻ്റെ മുമ്പിൽ അവൻ വെളിപ്പെട്ടെങ്കിൽ നിൻ്റെയും എൻ്റെയും മുമ്പിൽ വെളിപ്പെടാതിരിക്കുമോ? സ്തോത്രം. എനിക്കിന്ന് ദൈവം തരുന്ന ഒരു ബോധ്യം പറയാം. ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവത്തോട് അടുപ്പിക്കാത്ത ഏതോ ഒരു സ്പിരിറ്റ് നിന്റെ ലൈഫ് വിട്ടു പോകണം. ഇനി ഒരിക്കലും പിടിച്ചു വേർപിരിക്കാൻ കഴിയാത്ത ഒരാഴമേറിയൊരു ബന്ധം. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥിച്ച് ഒരു വിജയത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ നിന്റെ അകത്ത് കയറ്റി വിടുന്ന ചില പിന്മാറ്റങ്ങൾ, ചില ഓവർ ബിസിയാക്കുന്ന അനുഭവങ്ങൾ ഇന്ന് മാറിപ്പോയിട്ട് ദൈവത്തോട് അടുക്കുവാൻ നിനക്കൊരു കൃപ ദൈവത്തിൽ നിന്ന് ലഭിക്കട്ടെ. ഈ ബൈബിളിൻ്റെ ഒരു വെളിപ്പാട് ഞാൻ പറയാം. ഭൗതിക കാര്യങ്ങൾക്ക്, താങ്ക് യു ലോർഡ്, നമ്മുടെ ലൈഫിൽ ഒത്തിരി സ്ഥാനം കൊടുക്കണ്ട. ആത്മീയ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്താൽ ഭൗതിക കാര്യങ്ങൾ തന്നെ വന്നോളൂ, തന്നെ വരും. ഇനി ഭൗതികമായി ഞെരുങ്ങുന്നവരുണ്ടെങ്കിൽ ബൈബിൾ പറയുക, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതെല്ലാം. ആ മുകളിലത്തെ വാക്യത്തിൽ 7 കാര്യം കിടപ്പുണ്ട്. എന്തു തിന്നും, എന്തുടുക്കും, എന്തു കുടിക്കും, എങ്ങനെ കഴിയും, എങ്ങനെ വീട് വെക്കും, ഈ ടെൻഷനൊന്നും വേണ്ട. എൻ്റെ രാജ്യം അന്വേഷിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് കിട്ടും. ദാവീദ് പറയുകയാണ്, ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച എന്നറിയാമോ? എൻ്റെ മുമ്പിൽ ഒരു ഇടയനുണ്ട്. അതുകൊണ്ട് ഗുണമെന്താ? നന്മയും കരുണയും എൻ്റെ പുറകെ വന്നോളൂ. കേട്ടോ, നിനക്ക് മുമ്പിൽ സമ്പത്തല്ല കാണേണ്ടത്, ദൈവത്തെ കാണണം. ദൈവത്തെ കണ്ടാൽ നീ അർഹിക്കാത്ത നന്മ നിന്റെ പുറകെ വരും. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ ഇനി ബൈബിളിലോട്ട് നമുക്ക് വരാം. ഈ ബൈബിളിലെ ഏറ്റവും വലിയൊരു സന്ദേശം, മനുഷ്യൻ ദൈവത്തോട് അടുക്കണം. യാക്കോബ് അപ്പോസ്തലൻ അതിൻ്റെ മർമ്മം പറയുന്നുണ്ട്. അടുത്താൽ എന്ത് സംഭവിക്കുമെന്നറിയുമോ? നാം ദൈവത്തോടടുത്താൽ ദൈവം നമ്മോടടുക്കും. എന്തോ? നാം ദൈവത്തോടടുത്താൽ ദൈവം നമ്മളോട് അടുത്ത് വരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവം ഒന്ന് അടുത്ത് വരണമെന്ന്? അടുത്ത് വരണം. എത്ര വലിയ പ്രതിസന്ധി വന്നാലും നിന്റെ ലൈഫിനോട് അടുത്ത് ദൈവം നിൽക്കുന്ന കാഴ്ച ഇന്ന് പ്രാർത്ഥനയെ കണ്ടിട്ട് ഇവിടുന്ന് എഴുന്നേക്കാവൂ. നീ കോടീശ്വരനായില്ലേലും കുഴപ്പമില്ല, ദൈവം നിന്നോട് അടുത്തുണ്ട്. ദൈവം നിന്റെ സന്തതിയോട് അടുത്തുണ്ട്. അവിടെയാണ് വിജയം. ഒരിക്കലൊരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ഉറങ്ങാൻ കിടന്നു. ഉറക്കം കഴിഞ്ഞ് പുള്ളി ചാടി എഴുന്നേറ്റ് അവിടെ കിടന്ന് തുള്ളിച്ചാടുക. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. എന്താ കാര്യം എന്നറിയോ? ഒരു രാത്രിയിലെ ഒറ്റ സ്വപ്നമാണ്. സ്തോത്രം. ആര് കണ്ട സ്വപ്നമാണ്? യാക്കോബ് കണ്ട സ്വപ്നമാണ്. ഈ ഇസഹാക്കിൻ്റെ കല്യാണം ഏകദേശം 40-ാമത്തെ വയസ്സിലാണ്.
20 വർഷം ഇസഹാക്കിന് പിള്ളേരില്ലാതെ. സ്തോത്രം. അബ്രഹാം പണ്ട് തൊട്ടേ ഇസഹാക്കിനോട് പറഞ്ഞു പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാ കാര്യത്തിനും കാലതാമസമാണ്. എനിക്ക് മൊത്തത്തിൽ താമസമാണ്. നീ ഇപ്പോഴേ പ്രാർത്ഥിച്ചോണം നിനക്ക് താമസം വരാതെ. സ്തോത്രം. എനിക്ക് ഇന്നൊരു ദൂതൂടെ പറയാനുണ്ട്. ഏതോ ചില കാലതാമസങ്ങളൊക്കെ ഇന്നത്തെ പ്രാർത്ഥനയെ മാറിപ്പോകണം. പാരമ്പര്യമായി വരുന്ന ചില കാലതാമസങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കണം. ചില വിവാഹം നടക്കേണ്ടപ്പോൾ നടക്കണം. ചില ബിസിനസ് നടക്കേണ്ടപ്പോൾ നടക്കണം. ചില വീട് വെക്കുന്നത് നടക്കേണ്ടപ്പോൾ നടക്കണം. ആ കാലതാമസം വരുത്തുന്നതെല്ലാം മാറിപ്പോകണം.